सारी मासूम सी खुशियाँ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും ഉണ്ടല്ലോ സ്വാഗതമുണ്ട്. നമ്മളുടെ കൂടെ നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ സതീഷ് സാറോടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം സീറോയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഇങ്ങോട്ടുണ്ടാവില്ലേ, സേയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്. ഇത്രയും നാളെ ഞാൻ ഇപ്പം ഇതിലേക്ക് കടന്ന് കറങ്ങിയപ്പോൾ നിങ്ങളെ ഞാൻ ഇവിടുത്തെ കാടമ്മൻ്റെ നമ്മളുടെ ഏലത്തിൻ്റെ ഇത് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഏലമായിട്ട് ബന്ധമില്ലാത്ത എന്നാൽ ആ ഒരു ഏലകൃഷിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതിനെപ്പറ്റി കൂടുതൽ കാണാനുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ആദ്യം തന്നെ നമ്മളിപ്പം നമ്മളെങ്ങടാ പോകുന്നത്? ഇപ്പം നമ്മളൊരു ഏലത്തോട്ടത്തിലോട്ടാണ് പോകുന്നത്. കാടിനടുക്ക് ഇവിടുന്ന് 1-2 മണിക്കൂറോളം ഒരു സൈഡ് ട്രക്കിംഗ് നടക്കാറുണ്ട്. നമുക്ക് ഗൈഡ് വരുന്നുണ്ട്. നടന്ന് നമ്മളൊരു വഴിയാകും. അന്നേരം ഇപ്പോൾ എല്ലാവരും പറയോ, നമുക്ക് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ഏലത്തിന് പല പ്രത്യേകതകളുണ്ട്. ഒക്കെ 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മളുണ്ടല്ലോ ഇവിടെ ഒരു വീട്ടിലേക്ക് വന്നിട്ടാണുള്ളത്. അപ്പം വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ നടക്കാൻ പോവുകയാണ്. നമുക്കിനിയിപ്പം സുധീർ സാറിനെ കൂടുതൽ പരിചയപ്പെട്ടില്ല. സ്പൈസസ് ബോർഡിലാന്ന് പറഞ്ഞു. എത്ര വർഷമായി ഇവിടെ, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? 3 വർഷം. 3 വർഷമായി. ഓക്കെ, 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ നാട്ടുകാർ, ഇവിടുത്തെ കൃഷി? എല്ലാം കൊള്ളാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൃഷി എങ്ങനെയാ, ഏതാ? ഏലാണ്. സ്പൈസസിൽ വരുന്ന ഏലാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ. പ്രോപ്പർ സീറോയിൽ വരുമ്പോൾ നമുക്ക് മറ്റേ ഫ്രൂട്ട് ഐറ്റംസ് ആണ് വരുന്നത്. അന്നേരം കിവി മറ്റേതൊക്കെ. ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ, നിഷി ബെൽറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാനുള്ളത് ഏലാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് ഒരു നിഷി വില്ലേജാണ്. അന്നേരം ഇപ്പം നമുക്ക് ഈ ഒരു നിഷി ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാവേ. അപ്പം നടക്കുമല്ലേ? ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് ആദ്യമേ ഇവരുടെ ഒരു ചിരക്ക കാണുന്നുണ്ട് നിങ്ങൾ. എന്നാൽ നല്ല വലിപ്പമുള്ള ഒരു പ്രത്യേകതരം ഷേപ്പ് ഇതുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കായിട്ടുണ്ട്. നമ്മൾ ഡാമിൽ പോയി ചെയ്ത ട്രക്കിങ്ങിൻ്റെ ബാക്കി ഇതാ ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആളുകളുടെ കൃഷിയിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിലായിരിക്കും, ഉള്ളേരിയയിലായിരിക്കും അല്ലേ. ഇവർ താമസിക്കുന്നതൊക്കെ ഒരു ഗ്രാമത്തിലും അവരുടെ കൃഷിയിടങ്ങൾ ഒരുപാട് ഉള്ളിലുമാണ്. സുധീഷ് സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഫീൽഡിൽ വരലുണ്ടോ? നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവരുടെ വില്ലേജിലൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറ്റില്ല അങ്ങനെ ഉണ്ട്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ തോട്ടമൊക്കെ നോക്കാനുണ്ടെങ്കിൽ ഇവരുടെ കൂടെ വന്ന് താമസിക്കേണ്ടി വരും. ഓക്കെ. ഒരു ദിവസം വർക്ക് തീർന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇവരുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്ത്. ഹോട്ടലൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഹോട്ടൽ ടൂറിസ്റ്റ് ലോഡ്ജുകളൊക്കെ അവൈലബിൾ ഉള്ള സ്ഥലത്ത്, പക്ഷേ എല്ലായിടത്തും ഉണ്ടാവില്ല, വില്ലേജുകളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അത് ഭയങ്കര സുഖമുള്ള ജോലിയാണ് കേട്ടോ. പിന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ജോലി എടുക്കാം അല്ലേ? ഉണ്ട്. ഡ്യൂട്ടി നമുക്ക് ഓൾ ഇന്ത്യ വർക്ക് ചെയ്യേണ്ടി വരും. മുൻപ് ഫസ്റ്റ് ഞാൻ ഡാർജിലിംഗിലായിരുന്നു. ഓക്കെ. അവിടെ അതിനുശേഷം മധുരൈ, ശിവഗംഗ തമിഴ്നാട്ടിൽ. ഓക്കെ. അതിനുശേഷം ഇങ്ങോട്ട് വന്നു. ഓക്കെ. ഇത് ഇവിടെ കണ്ടമായിരുന്നു, ഈ ഭാഗം കണ്ടം കൃഷിയായിരുന്നോ? നമ്മൾ സിറോയിൽ കണ്ട പോലെ അത്ര വിപുലമായിട്ട് ഇവർക്ക് പ്ലെയിൻ ഏരിയകളില്ല, കുന്നുകളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ ഇടുങ്ങിയ ഭാഗത്തും പിന്നെ നമുക്കിനി പോകുമ്പോൾ കാണും കുന്നുഭാഗത്തും ഇവരുടെ ഈ ഒരു ടെറേസ് ഫാമിംഗ് ഇല്ല, ആ ഒരു രീതി നമ്മൾ വരുന്ന വഴിക്കുണ്ടായിരുന്നു. നമ്മളിവിടെ ജസ്റ്റ് കാട്ടിലോട്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മിതുമോന്മാർ കണ്ടങ്ങൾ ബേക്കിലൊരു ഭീകര സാധനമുണ്ട്, എത്തി നോക്കുന്നുണ്ട്. അവർ കാട്ടിൽ മേഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല കയറ്റമാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഒരു ഭാഗത്തെല്ലാം പ്രൈവറ്റ് കാടുകളാണ് മെയിനായിട്ട് ഉണ്ടാകുന്നുള്ളത്. അതുപോലെ പ്രൈവറ്റ് കാടാണിത്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സിറോയിലൊന്നും കാണാത്ത പോലെ ഇവിടെ കരടി അതുപോലെ തന്നെ മാന് കാര്യങ്ങളൊക്കെ ഈ ഒരു കാട്ടിലുണ്ട്. കാട്ടിക്കൂടി നടക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, ക്ഷീണിച്ചിട്ടില്ല കേട്ടോ. നമ്മളുടെ കൂടെ ഒരു ബായ് കൂടെ. ബായ് ആപ്കാ നാം ക്യാ ഹൈ? रोहित आसाम से है ना? ബായാണ് നമ്മളുടെ കൂടെ വഴി കാണിച്ചു തരാൻ വേണ്ടി വരുന്നത്. കാടിനുള്ളിൽ അത്യാവശ്യം കുറച്ചധികം കയറി പോകണം. ഇപ്പോൾ ഒരു മല നമ്മൾ ഓൾറെഡി കയറി കഴിഞ്ഞു, ഇനിയുമുണ്ട്. അബി ഹാഫ് രാസ്ത ഹോ ഗയാ കാ? തോടെ ജാനാ പടേഗാ. സമാധാനത്തോടെ പുള്ളി കുറച്ചുകൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
കിളി അടിച്ചിട്ട്. ഇവിടുത്തെ കാടുണ്ടല്ലോ, നമ്മൾ സീറോയിൽ കണ്ട പോലത്തുള്ള പൈൻ മരങ്ങളില്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പില്ലേ മരങ്ങൾ, കാട്ടുവള്ളികൾ, ആ ഒരു ടൈപ്പ് നല്ല നിബിഡ വനങ്ങളാണ് കേട്ടോ. കാടിന് കുറേയും കൂടി ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് തെളിഞ്ഞ് കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതൽ അങ്ങോട്ടേക്ക് ഇവരുടെ കൃഷിയിടങ്ങൾ തുടങ്ങുവാണ്. ഇവിടെയുള്ള ആളുകളുടെ ഏലകൃഷിയുടെ ഏകദേശം ഒരു മോഡൽ ഇതിങ്ങനെയാണ്. ഇതുണ്ടോ, കാടിന് നടുക്കായിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട്, ഇത് താഴെ വെള്ളം ഒഴുകുന്നുണ്ടോ, അതുകൊണ്ടാണ് ഇവിടെ ഏലകൃഷിയായിട്ട് അവർ ചെയ്യുന്നത്. അതുകൂടാതെ ഇതുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കായിട്ട് ഇതൊക്കെ വിളവെടുക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ഹൗസ് പോലെയൊക്കെ ഉണ്ടാവുക. നമ്മളുടെ തോട്ടം ആയിട്ടില്ല, ഇത് വേറെ ആരുടെയോ തോട്ടമാണ്. ഇവിടെ നോക്കി ഞങ്ങൾ, എൻ്റെ പൊന്നെ എന്നോ വലിയൊരു മരമാണ്. ഉയ്യോ, അങ്ങണ്ടേ ടോപ്പേ. ആകാശം കൊണ്ടകൾ നല്ല രീതിക്ക് ഇരുണ്ട് മൂടി ചെറുതായിട്ടുണ്ടല്ലോ മഴ ചാറ്റിൽ പെയ്തും തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിപ്പോൾ കുറേ അധികം ദൂരം കാട്ടിലോട്ട് വന്നു. ഇതുപോലെ വഴികൾ ഇവർ ഈ മണ്ണ് കൊണ്ട് വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനം നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നമ്മൾ ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞല്ലേ വൻ ടാസ്ക് ആകും കേട്ടോ. തെന്നി വീഴാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ്. ഇവിടെ കണ്ടു നിങ്ങൾ, കൃഷിയിടത്തിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് വേലി കെട്ടി മരം കൊണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മിഥുനില്ലേ, മിഥുൻ വന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു മരത്തിനെ വെട്ടി ചായച്ചിട്ടുണ്ട്. വെട്ടി ചായച്ചിട്ട് അതും ഒരു പാലം പോലെ ആയി മാറിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ വലിയ മരമാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമേ വെറും പൊള്ളയാണ് കേട്ടോ. അയ്യോ, അത് മരം അങ്ങനെ ആരെങ്കിലും പൈസയ്ക്ക് എടുത്തിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോകില്ല, നഷ്ടമായിരിക്കും. അങ്ങ് വരെ പൊള്ളയാണ്, പക്ഷെ വലിയ മരമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല അതേപോലത്തെ മരം. വെട്ടിച്ചാഞ്ഞ മരം സ്റ്റെപ്പ് പോലെ കട്ട് ചെയ്ത് ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞി കാട്ടരുവി ഉണ്ട് കണ്ടങ്ങൾ. കാട്ടരുവി ഇതിൻ്റെ തീരത്തൊക്കെ ഉണ്ട്. ഇതെല്ലാം ഏലമാണ്. നമ്മളുടെ ഏലത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഏലത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൂടുതൽ ഇറങ്ങാം. അപ്പോൾ ഇതാണ് ഇവിടെ പാലമായിട്ട് മാറിയിരിക്കുന്നത്. യെസ്, അടുത്ത മിഥുൻ വേലി വന്നു. മിഥുൻ വേലി നമ്മൾ മനുഷ്യന്മാർ ഇതിങ്ങനെ ചാടിക്കടന്ന് കൃഷിയിടത്തിലോട്ട് കയറണം. അപ്പോൾ ഇതെന്താ പുളിങ്കുരു പോലെ ഉണ്ടല്ലോ, മരത്തിലൊക്കെ പല ടൈപ്പ് സാധനങ്ങളാകുന്നുണ്ട്. ഇതാണ് ഇവരുടെ തോട്ടം ശരി സാറേ? ഇവിടെ നിന്ന് ഈ കാണുന്ന മലകളൊക്കെ ഇവരുടെ തോട്ടങ്ങളാണ് കേട്ടോ. ആ കാടമ്മേൻ്റെ തോട്ടം കഴിഞ്ഞു, അടുത്ത കാട് തുടങ്ങി. ഈ കാട് കഴിഞ്ഞിട്ടാണ് ഇവരുടെ തോട്ടം വരിക. ഒടുവിലിതാ ഇവരുടെ ആ ഒരു ഖേത്തീൻ്റെ നടുക്കുള്ള ഇവരുടെ ആ ഒരു ചെറിയൊരു വീട് അത് കണ്ടു. അവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. തോട്ടൊക്കെ ഇറങ്ങട്ടെ, ഇച്ചിരി വെള്ളം കുടിക്കണം. സോറി, അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഇത് മരീചക പോലെയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുമെന്ന് വിചാരിക്കും, പക്ഷേ അതിങ്ങനെ അകന്ന് പോകും. വീണ്ടും മുമ്പോട്ട് നടക്കാനുണ്ട്. ആ മഴ പെയ്തുകൊണ്ടുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് ഇറങ്ങലും വൺ ടാസ്ക്കാണ്. ഇവർ ഈ വഴി റീസെൻ്റായിട്ട് വെട്ടിയിട്ടതാണ്, അതുകൊണ്ട് തന്നെ നല്ല ചെളിയാണ്. ഇവിടെ കണ്ടെങ്കിൽ കാട്ടുകടന്നൽ, എൻ്റെ അമ്മ വലിയൊരു കടന്നലിൻ്റെ കൂടെ ഇളകിയിട്ടുണ്ട്. പാടി കൂട്ടിയാൽ മതി. ഒരു വണ്ടാണ് ഞാൻ ചുറ്റി പറക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കടന്നലിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് കയറി. ഇതിപ്പോൾ ഒരു ഇലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. മുഖത്ത് ചുറ്റും ഉണ്ടല്ലോ ഒരു ഈ ചോര പിടിക്കുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട്. അതിങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നടക്കുന്ന വഴിയിൽ ഇവിടെ ഇവർ കൃഷിക്കാരാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അതുകൊണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, മണ്ണിൻ്റെയൊക്കെ കളർ മാറി നല്ല കറുത്ത മണ്ണായി തുടങ്ങിയിട്ടുണ്ട്. വരവിൽ ഈ ഒരു ഭാഗത്ത് പാമ്പുണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ ഒരു പാമ്പിനെ കണ്ടു. പെട്ടെന്ന് ചാടിയതിൻ്റെ ഉള്ളിലോട്ട് കയറിയേ. അത്യാവശ്യം നല്ല വിഷമുള്ള ടൈപ്പാണെന്നാണ് ഇവർ പറഞ്ഞത്. ചെറുതായിട്ട് വീണ്ടും മഴ പെയ്തു തുടങ്ങി. പക്ഷേങ്കിൽ ഈ കാടിനുള്ളിലായതുകൊണ്ട് ഡയറക്റ്റ് നമ്മുടെ മേത്തോട്ട് വെള്ളം വീഴുന്നില്ല, കുറേശ്ശെ വീഴുന്നുള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു അരുവി കിടക്കണം. ഇവിടുത്തെ അരുവി കിടക്കാൻ വേണ്ടി പാലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാര്യമായിട്ട് സോക്സൊക്കെ നനഞ്ഞില്ലേ? അയ്യോ, ഊരി പിടിക്കേണ്ടി വരില്ല. നനയാതെ കിടക്കാൻ പറ്റുമെന്നുള്ളത് പറ്റില്ല. അയ്യോ, പതിവില്ലാതെ ഇന്നത്തെ ദിവസം ഞാൻ
എന്തിനാണെന്ന് ബാഗ് എടുത്ത് വന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ ഈ റെയിൻ കോട്ട് ഒരു സാധനം ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വേഗം ഉണ്ടെന്നേ. പക്ഷേ അതെന്തായാലും ഉണ്ടല്ലോ ഗുണമായി. ഞാൻ പറഞ്ഞില്ല ഫുള്ള് ഈച്ചയാണ്, ലെൻസിൽ വരെ കവർ ചെയ്ത് ഈച്ച വരുന്നു. ഓ എന്നാ ഒരു ഈച്ച ചെയ്ത്, അത് ഈ ബ്ലഡ് കുടിക്കുന്ന ടൈപ്പ് ഈച്ചയാണ്, വൃത്തികെട്ട ഈച്ച. അങ്ങനെ കുറേ നടന്ന് എൻ്റെ ഈച്ച ഒന്ന് പോയിച്ചേ. നമ്മളിതാ ഇവരുടെ ഒറിജിനൽ ആ ഒരു ഗാർഡനിലേക്ക് വന്നു. ഇതാണ് ഒറിജിനൽ കേട്ടോ. ഇനിയൊരു മാറ്റമില്ല, ഇനി മാറിയിലിട്ട് ഞാൻ പോകുന്നില്ല, ഇവിടം വരേ ഉള്ളൂ. അയ്യോ, ഇവിടെ വീണ്ടും ഈ ഒരു പുഴേനെ നമ്മൾ അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കണേ. ഒരു ദിവസം വഴുതി കിടക്കുക സാധനം, മരപ്പാലം. എന്നാതെ അപ്പുറം എത്തണം. കാലിൻ്റെ ഷൂവിൽ നിറച്ചുണ്ടല്ലോ ചെളിയുണ്ട്, അടി നിറച്ച് ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രിപ്പും ഇല്ല. മൊത്തത്തിൽ ശരിക്കും അഡ്വഞ്ചറാണ്. നിങ്ങൾക്ക് ഇതൊക്കെ എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. മഴ, തണുപ്പ്, കാറ്റ്, ഈച്ച, കൊതുക്, ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും ഇതൊക്കെ വന്ന് ഫീൽ ചെയ്യണം കേട്ടോ, വല്ലാത്തൊരു ഫീലാണ്. ഇതുണ്ടെങ്കിൽ കാടിൻ്റെ നടുവിൽ തൂണിന് മേലെയായിട്ട് ഇവരുടെ ചെറിയൊരു ഹട്ട്, ഇവരുടെ അടുക്കള കൃഷി, അടുക്കളത്തോട്ടം, ചെറിയവർക്ക് വേണ്ട സാധനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഇത് നമ്മൾ അവിടെ കണ്ട പോലത്തെ തന്നെ സാധനമാണ്, പക്ഷേ ഇവിടെ അതിനത്ര വലിപ്പം കാണുന്നില്ല. അപ്പോൾ എന്തെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. എല്ലാം തിന്നാൻ കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, എനിക്ക് ഈസി ആയിട്ട് ചെറുതായിട്ടൊന്ന് കുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അടിയിൽ കൂടി കയറി ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് കടിക്കോ പട്ടി? ആൾ ഫ്രണ്ടിലാണോ? ആ ഫ്രണ്ട്ലി പട്ടി. അങ്ങനെ നമ്മൾ എത്തി. ടുങ്കുറുമാൻ ആൾ കുറച്ച് മൈൻഡ് ഇല്ലായ്മയുണ്ട്, കുരയ്ക്കാത്ത പട്ടി കടിക്കുന്ന. അങ്ങനെ നമ്മൾ എത്തി. അയ്യോ, വിശ്രമിക്കട്ടെ. കിട്ടിലാം പോലത്തെ ഏലത്തോട്ടമാണ് കേട്ടോ, നല്ല തിങ്ങി അയക്കുന്ന ഏലത്തോട്ടം. അതിൻ്റെ നടുക്കുള്ള ഈ ഒരു വീട് ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ബാമ്പു ഒക്കെ ഇട്ടിട്ടുള്ള ഇവരുടെ ഒരു ടൈപ്പ് വീട്, അത് സെയിം സാധനം തന്നെ. നടുക്കൊരു അടുപ്പൊക്കെ ഉണ്ട്. എന്താ പക്ഷേങ്കിൽ ഇന്ന് ഇവർ അടുപ്പിൻ്റെ മേലും തീ കത്തിക്കുന്നില്ല, താഴെ തന്നെയാണ് തീ കത്തിക്കുന്നത്. ജസ്റ്റ് ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാനും പണിക്കാർക്ക് വരുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനും, പിന്നെ വേണമെങ്കിൽ വിളവെടുപ്പിൻ്റെ സമയത്തൊക്കെ ഇവരോട് താമസിക്കും അല്ലേ? വിളവെടുപ്പിൻ്റെ സമയത്ത് നീണ്ട 2 മണിക്കൂർ കാട്ടിക്കൂടി നമ്മൾ നടന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് കോക്കോളയ്ക്ക് എതിരായിരുന്നു, പക്ഷെങ്കിൽ ഇതുപോലുള്ള നടത്താൻ കാട്ടിക്കൂടിയുള്ള ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുണ്ടോ ഇവനെ അങ്ങോട്ട് സ്നേഹിച്ചു പോകും. ദേശീയവാണി അല്ലേ? അല്ല, നമ്മൾ കണ്ടായിരുന്നല്ലോ അവിടെ എല്ലാം പോകുമ്പോൾ ഇവർ മെയിനായിട്ട് കുടിക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹിച്ച് പോകും കേട്ടോ. എന്നൊരു ടേസ്റ്റാണെന്നറിയാമോ, കുറച്ച് നടന്നിങ്ങനെ വന്നിട്ട് കഴിക്കുമ്പോൾ. ഇനിയുണ്ടല്ലോ നമ്മൾ ഇതുവരെ ഇവിടെ വന്നതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഇവിടുത്തെ ഏലക്കയ്ക്കുള്ള പ്രത്യേകത? വാട്ട് ഈസ് ബ്ലാക്ക് കാർഡമൻ, വൈൽഡ് കാർഡമൻ, ലാർജ് കാർഡമൻ എന്നൊക്കെ പേരറിയുന്ന ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് സുധീഷ് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ലാർജ് കാർഡമത്തിൻ്റെ ചെടി എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് വരുന്നത്. നമ്മുടെ അവിടെയുള്ള കാർഡമുമായിട്ട് അത് നമുക്ക് പലർക്കും നല്ല പരിചയം ഉണ്ടാവും. അതിൻ്റെ ഇതിൻ്റെയും ഫ്ലവറിങ് പാറ്റേൺ നല്ല വ്യത്യാസമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ശിഖരങ്ങൾ വന്നിട്ട് അതിന് സ്പ്രെഡായിട്ടല്ല ഉണ്ടാവുക. ഇത് പക്ഷേ ഇങ്ങനെ ഈ രീതിയിലാണ് ഇങ്ങോട്ട്. ഇതാണ് ഇതിൽ വരുന്നത്. കറക്റ്റ് പനിക്കളെല്ലാം ഒരു ബഞ്ചായിട്ടാണ് വരിക ഈ രീതിയിൽ. അത് കാരണം ഇതിന് വേണ്ടി ഒരു ചെറിയ കത്തിയുണ്ട്, ഇതിന് വേണ്ടി ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടാണ് അവർ സാധാരണ ഹാർവെസ്റ്റ് ചെയ്യുക. കട്ട് ചെയ്തെടുക്കും, ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ ഏലമായിട്ട് ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റൂല നോർമലി. ഇത് ഇതാണ് ഏലം. ഒരു ഇത് വരുന്ന ഒരു ക്യാപ്സൂൾ പറയാം. ഉള്ളിൽ സീഡ്. ഈ ക്യാപ്സൂൾ നല്ല വലുപ്പമുണ്ടാകും. നമ്മുടെ സാധാരണ നമ്മുടെ ഗ്രീൻ കാർഡമത്തിൻ്റെ 3-4 ഇരട്ടി വലുപ്പമുണ്ട്. ഇത് ആയിട്ടില്ല കേട്ടോ. ഇത് മൂപ്പായി കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായിരിക്കും. ഇതായി വരുന്നുള്ളൂ. എനിക്കൊന്നൊരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തോളം എന്തായാലും ടൈം എടുക്കും ഇത് ആയി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, ഒക്ടോബർ 15 ശേഷമായിരിക്കും ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യാം. ഒക്ടോബർ ലാസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും ചെയ്യാം. ഇതെങ്ങനെ ഇതിൻ്റെ ഈ പ്രോസസ്സൊക്കെ നമ്മളുടെ കടമൻ പോലെ തന്നെയാണോ? എങ്ങനെയാണ് ഡ്രൈ ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ? ഡ്രൈ ചെയ്യുന്ന ഇപ്പോൾ നോർമലി ഒരു പുകച്ച ഉണക്കും ചെയ്യും. ഇല്ലാതെ വെയിലുള്ള സമയത്താണെങ്കിൽ ഡയറക്റ്റ് എന്താ സൺലൈറ്റിൽ ഉണക്കിയെടുക്കും. സൺലൈറ്റിൽ ഉണക്കിയെടുക്കുമ്പോൾ ഒറിജിനൽ കളർ കിട്ടും. ബ്ലാക്ക് കാർഡമം എന്ന് പറയുന്നത് ശരിക്കും ബ്ലാക്ക് അല്ല, നാച്ചുറൽ കളറ് പിങ്കാണ്. പക്ഷെ പുകയത്തിട്ട് ഉണക്കുന്ന സമയത്ത് പുക തട്ടിയിട്ട് ബ്ലാക്ക് കളറാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എന്താ പുക തട്ടിക്കാതെ ഉണക്കുന്ന സിസ്റ്റങ്ങളുണ്ട്. ആ രീതിയിൽ ഉണക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും. ഉണങ്ങിക്കഴിഞ്ഞാലും ഇതിനുണ്ടാവുക. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത്?
ഇപ്പോൾ നിലവിൽ 1200 1250 റേറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് സീസണായി വരുന്നുള്ളൂ. 1-2 സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ ഒക്ടോബർ ആകുമ്പോൾ ഒന്ന് കുറയാനാണ് സാധ്യതയുള്ളത്. പക്ഷെ കുറഞ്ഞാലും ഇവരെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. സ്റ്റോക്ക് ചെയ്ത് ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രൈസ് കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ 600-800 ആ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ വർഷം കൂടുതലും സെയിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത് പിന്നെ ഉണ്ടല്ലോ, നട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഇതിൻ്റെ ഇത് എന്താ പറയുക, ഈ കാടമ്പം ആകുന്ന ഒരു ടൈം അതൊക്കെ എങ്ങനെയാണ്? ഇത് സാധാരണ നട്ട് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നിന്നാണ്. സീഡിൽ നിന്ന് നഴ്സറി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എന്താ പറയുക അതും ചെയ്യും. പിന്നെ അല്ലാതെ ഇതിൻ്റെ തണ്ട് തന്നെ തണ്ടെടുത്തിട്ടും ചെയ്യും. മാക്സിമം ഇവിടെ തണ്ടെടുത്തിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. തണ്ടെടുത്ത് ചെയ്യുമ്പോൾ പല രോഗങ്ങളും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ഈ സീഡ് നഴ്സറിയേക്കാളും. സീഡ് നഴ്സറി ആകുമ്പോൾ എന്താ വെച്ചാൽ 1 വർഷത്തിലധികം ടൈം എടുക്കും ഒന്ന് ഗ്രോത്ത് ആയി വരാൻ വേണ്ടി. ചക്രയാണ് നടന്നെങ്കിൽ ഈസിയാണ്. എന്താ പറയുക 3-ാം വർഷം മുതൽ ഒരു പ്രൊഡക്ഷൻ കിട്ടി തുടങ്ങും. ഇപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കൊന്ന് 5-6 വർഷമായൊരു പ്ലാന്റേഷനാണ് തോന്നുന്നത്. ഇത് പ്രധാനമായിട്ടും ഇതെങ്ങനെയാണ് ഇവർ ഈ കാടിൻ്റെ ഉള്ളിലാണ് ഇവർ കൃഷി മെയിനായിട്ട് ചെയ്യുന്നത്? മെയിനായിട്ട് ഇവർ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടില്ലേ ഇത്രയും ദൂരമല്ല വന്നത്. വീടിന് സമീപത്ത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം നോക്കി കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ എന്താ പറയുക 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ നടക്കും. ഇതിൽ കൂടുതൽ നടക്കാനുള്ള ഏരിയകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ അവാർഡ് പ്ലോട്ടോറിനെ വിസിറ്റ് ചെയ്തത് 3-4 മണിക്കൂറോളം ഒരു സൈഡ് നടക്കാനുണ്ടായിരുന്നു. വണ്ടി വെച്ചിട്ട് പിന്നെ അത്രയും ദൂരം നടക്കാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഇദ്ദേഹത്തെയൊക്കെയാണ് ഡെയിലി നടന്നു വിടം വരെ വന്ന് എല്ലാ ദിവസവും ഡെയിലി 5 ബജേക്കാ പാത്താനാ 5 മണിക്ക് അവിടെ നിന്ന് വന്ന് 5 മണിക്ക് വന്നാൽ ഇവിടെ ഒരു 7 മണിയാകുമ്പോൾ എത്തും. കഴിഞ്ഞൊരു 3-4 മണി വരെ ഇവിടെ ക്ലീനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്ത് പിന്നീട് രാത്രി ആകുമ്പോഴായിരിക്കും തിരിച്ചു പോവുക. ഓക്കെ. ഈ ഒരു ബ്ലാക്ക് കാർഡമം പ്രധാനമായിട്ടും ഏത് മേഖലയിലാണ് ഉണ്ടാവുന്നത്? ഇന്ത്യയിൽ സിക്കിമാണ് എൻ്റെ മെയിൻ സെൻറ്റർ. സിക്കിം, ഡാർജിലിംഗ്, പിന്നെ അരുണാചൽ പ്രദേശ്. എനിക്കിപ്പോൾ സിക്കിമിൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കീഴിലുള്ള ഏരിയ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വില്ലേജിൽ എത്ര ഏരിയ വേണമെങ്കിലും കൃഷി ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ പട്ടയം പറിച്ച അല്ലെ അങ്ങനത്തെ ഇതൊന്നുമല്ല. ഇവിടെ LPC ലാൻഡ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഇവരുടെ തന്നെ ഗൗബുഡ എന്ന് പറയും. ഗൗബുഡ പറഞ്ഞാൽ ഗ്രാമമുഖ്യൻ. അവരൊരു വൈറ്റ് പേപ്പറിൽ എഴുതി ഇന്ന ഏരിയ ഇന്നാളുടെ പേരിൽ ഇത്രയുണ്ടെന്ന്, അതാണ് ഇവിടുത്തെ ലാൻഡ് പൊസിഷൻ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ലിമിറ്റ് ഇല്ല, എപ്പോൾ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കും, മുകളിലൊക്കെ ഉണ്ടല്ലേ ഇതിനിപ്പോൾ വരുന്ന സീസണിൽ ചെയ്യും, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. പരമാവധി ഇപ്പോൾ നാട്ടിലേക്കാണെന്ന് ആലോചിച്ചത് ഇത്രയും മരം മുറിക്കുന്നവർക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ ചെയ്യുന്നുണ്ട്, ലിമിറ്റഡ് ഏരിയ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ സ്വകാര്യ വ്യക്തികളുടെ കാടായതുകൊണ്ട് ഇവർക്ക് ആകാം, എന്തുമാകാം. പറിക്കാനായിട്ടും വലിയ കൂമ്പ് പറിക്കാൻ വിഷമമാണ്. പക്ഷേങ്കിൽ ഈ സാധനം പറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമെന്ന് പറയാൻ വേണ്ടി വരുമായിരുന്നു. ഞാനപ്പോൾ നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല കേട്ടോ. വെച്ചിട്ടാണ് എന്നാലും ഞാൻ വിടൂല. പുറത്തുള്ള എടുക്കുന്നത് ഇതിങ്ങനെ തിരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. എൻ്റെ അമ്മ അതാ ബഞ്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബഞ്ച് വേണ്ട, ഇതാ ഇങ്ങനെയാണ് കടമൻ ഉണ്ടാവുക. നമുക്കുണ്ടല്ലോ ജസ്റ്റ് ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയുന്നല്ലേ, ഇത് പച്ചക്ക് ഈ സാധനം ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാവേ. കണ്ടില്ലേ, വെളുത്തുള്ളിയുടെ ഒക്കെ ഷെയ്പ്പാണ്. തൊലിക്കുണ്ടല്ലോ ചെറിയൊരു തൊലിക്ക് പ്രത്യേകിച്ച് എന്തിൻ്റെ ടേസ്റ്റാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതിക്കയില്ലേ, ജാതിക്കയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ള കളറിൽ കാണുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇലാച്ചി. അതിനൊരു ചെറിയൊരു ഏലക്ക ടേസ്റ്റ്. ഇത് ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചെറിയ ടേസ്റ്റ് വരുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വരുമായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഇതിൻ്റെ ഉടമയും അവരൊക്കെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ ഇതിൻ്റെ അടിക്കാട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കുകയാണ്. ഇതിവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ കാട്ടിൽ വന്നിട്ട് ഇവർ പണി നോക്കി. നമ്മൾ ആക്ച്വലി ഉണ്ടല്ലോ ഇന്ന് ഇവിടെ വന്നേക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇവർക്ക് ഈ ഒരു ബ്ലാക്ക് കാർഡമം ഇല്ല, ബ്ലാക്ക് കാർഡമൻ നല്ല രീതിക്ക് ഉണ്ടാക്കുന്ന കർഷകന് ഓൾ ഇന്ത്യ ലെവലിൽ അവാർഡുണ്ട്. അത്ര 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത്. അപ്പം സുധീഷ് സാർ അതിൻ്റെ അസസ്മെൻറ്റിനായിട്ട് വന്നതാണ്. അപ്പം അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ വലുപ്പത്തിലുണ്ട്. അമ്മൂമ്മ
ഇതുണ്ട് ഇവര് അടിക്കാട് വെട്ടുന്ന ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ വലിയ വടിവാദത്തെ സാധനം സക്കൻ അച്ഛാ എന്തായാലും കൊള്ളാം ഓബി ബട ഇത് കണ്ടോ കേട്ടോ കണ്ടോ വടിവാള് ടൈപ്പ് സാധനം ഇത് വെച്ചാണ് ഇവര് അടിക്കാട് കട്ട് ചെയ്ത് സെറ്റാക്കുന്നത് ഖേത്തിക്ക മാലിക് മാലിക് ഇവർ ഇതിൻ്റെ ഉടമ ഇവരാണ് മിക്കവാറും പറഞ്ഞുണ്ടല്ലോ ഇവർക്കൊരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസിനൊക്കെയുള്ള ചാൻസസ് ഉണ്ടെന്നാണ് കേട്ടോ ഇവരിവിടെ കാട്ടിൽ നിന്ന് പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് വന്ന് കറിയാക്കാൻ വേണ്ടി പറിച്ചിട്ട് വന്ന സാധനമാണ് ഓറോ ഓറോ എന്നാണ് കേട്ടോ എൻ്റെ പേര് ഓറോ ഓക്കെ സബ്ജി ഉണ്ടാക്കുക വരും ഇതിനെ കൊണ്ട് കേട്ടോ സുധീർ സാറുണ്ടല്ലോ ഇവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും അതിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇത് ശരിക്കും എങ്ങനെ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഇത് ടോട്ടൽ പ്രൊഡക്ഷൻ എത്ര വരും എന്നുള്ളത് നോക്കണം ഒരു ഹെക്ടറിൽ നിന്ന് ഓക്കെ അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹെക്ടറിൽ 4000 പ്ലാന്റ് ആണ് പോവുക അപ്പോൾ നമ്മൾ ആവറേജ് ഇതിലെടുത്ത് നോക്കും എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണി നോക്കും ഓക്കെ എന്നിട്ട് അതിൽ സീഡ് എത്ര ഉണ്ടെന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടുമ്പോൾ അതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ടോട്ടൽ ഏരിയയിലോട്ട് ഒരു 4000 4000 ആണ് 1 ഹെക്ടറിൽ വരിക ഓക്കെ നമ്മളൊരു 10-15 സാമ്പിൾ നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഏക്കറിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കും അത് മാക്സിമം പ്രൊഡക്ഷൻ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് അവാർഡ് സ്കീമുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പൈസസ് ബോർഡിൻ്റെ ലാർജ് കാർഡും പ്രൊഡക്ടിവിറ്റി അവാർഡ് എന്ന് പറയും ഓക്കെ ഇത് നല്ലൊരു പ്ലോട്ടാണ് നമ്മൾ എന്തായാലും ഇത്ര നേരം നടന്നിവിടെ എത്തിയെങ്കിലും സാറ്റിസ്ഫൈങ് ആണ് കയറ്റി കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ആയിട്ടുണ്ടല്ലോ ഇവരുടെ ഈ ഒരു പറിക്കുന്ന ഏലം ഇവർ നോർമലി വെയിലത്ത് വെച്ച് ഉണക്കുന്നതിനേക്കാളും കൂടുതൽ കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഇവർ പുകയത്ത് വെച്ച് പോയിക്കുമല്ലോ ഇത് വിറകിട്ട് ചൂടാക്കി ഇത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അരിപ്പ അതിൻ്റെ താഴെ വിറക് വെച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം എടുക്കാൻ പോവല്ലേ അവർ ഒരു മാസത്തിനുള്ളിൽ തുടങ്ങും ഓക്കെ അപ്പോൾ ഇവിടെ വെച്ചാണ് അതിൻ്റെ ഉണക്കൽ പരിപാടി നടത്തുന്നത് എന്നിട്ട് നാട്ട് കൊണ്ടുവന്നാൽ മതി പിന്നെ ഒരു കാര്യം ഉണങ്ങി കഴിയുമ്പോൾ വെയിറ്റും കുറയില്ലല്ലേ ഏകദേശം 5-1 കുറയും 100 കിലോ ഉണങ്ങി ഏകദേശം 20 kg കിട്ടുള്ളൂ അത്രേ കിട്ടത്തുള്ളൂ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പ്യാൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ വന്നപ്പോൾ പറഞ്ഞ ആഗ്രഹം എന്തായാലും സഫലമായി ഇവർ നിർബന്ധിച്ചുകൊണ്ടാണ് ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നേരത്തോടെ പറയുമ്പോൾ എന്താ കഴിക്കാണ്ട് പോകുന്നത് എങ്ങനെയല്ലേ എന്തായാലും ഇത്ര ദൂരം നടക്കാനും കൂടി ഉള്ളതാണ് ഇനിയിപ്പോൾ എന്തായാലും ഒരു 3 മണിക്കൂർ ആവാതെ നമുക്ക് അവിടെ എത്താൻ വേണ്ടി 2 മണിക്കൂർ നടക്കാനും പിന്നെ ടൗണിലോട്ട് ഒരു 1 hour പോയിട്ടുള്ള ഇതുണ്ടോ ഇവിടെ ബാംബൂ ഷൂട്ട് ഇവർ കുപ്പിയിലാക്കി ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ എല്ലാ സാധനത്തിനും ബാംബൂ ഷൂട്ട് ഉണ്ടാവും പക്ഷെ കുപ്പി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്ത മണോ ഇവിടുന്ന് ഇതുണ്ടോ നിങ്ങൾ ഇവരെ ഉണ്ടാക്കുന്ന തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല നേരത്തെ പറിച്ച് വരുന്നുണ്ടല്ലായിരുന്നു അതുപോലത്തെ ഇലകൾ നമുക്ക് ചോറ് വന്നു ചോറിൻ്റെ അകത്തുണ്ടല്ലോ ഇതെന്താ പന്നിയാണെന്ന് തോന്നുന്നല്ലേ പോർക്കുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇല പുഴുങ്ങിയ സാധനങ്ങളുണ്ട് ചോറ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ സാധനത്തിന് എന്താ പേര് പറയുന്നത് ഈ കിഴങ്ങ് പോലത്തെ സാധനം ചൗച്ചോ ഇസ്കുഷ് ഈ പോർക്ക് ഇത് ഉണക്കിയതാണ് കേട്ടോ അപ്പം അതിന് നമുക്കൊരു ബോയിൽ ചെയ്താണ് ഉണക്കിനെ ബോയിൽ ചെയ്തല്ലേ നല്ല സെറ്റ് നമ്മൾ റിട്ടേൺ ഇറങ്ങുകയാണ് അപ്പോഴത്തേക്ക് വന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിച്ച അതേ സാധനം തന്നെ നല്ല ടേസ്റ്റി ഫുഡ് ഖാനക്കായ ബഹുത് ടേസ്റ്റി ഇതാ കണ്ട അമ്മയുടെ മുകളിലും കാണാൻ വേണ്ടി ഭയങ്കര രസമുണ്ട് ഓക്കെ ഫിർ മിലേങ്കെ ഓക്കെ ബൈ ബൈ ടാറ്റാ പോവാൻ എന്നാലും തിരിച്ചു കിടക്കാം നമുക്ക് ഓക്കെ ബൈ ബൈ ഓക്കെ താങ്ക് യു ബൈ ഓക്കെ ടാറ്റാ ഓക്കെ ഇവർക്ക് ഉണ്ടല്ലോ ഹിന്ദി കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ ഇവർ കുറേശ്ശെ ഹിന്ദിയൊക്കെ ഇവർക്ക് അറിയത്തുള്ളൂ ആണുങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു നാട്ടിൽ ഹിന്ദി അറിയുന്നത് കാരണം പുറത്തോട്ട് ട്രാവലൊക്കെ ചെയ്യുന്ന അധികം ആണുങ്ങളായതുകൊണ്ട്
ഫൈനലി ഇതാ ചെറിയ മഴയെല്ലാം കൊണ്ട് നമ്മൾ വീണ്ടും നമ്മളുടെ സേയ ഗ്രാമത്തിലെ നമ്മൾ തുടങ്ങിയ ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. നമ്മളുടെ മീനുകുട്ടി ഇതാ ഇവിടെ സേഫായിട്ടുണ്ട്. ഇച്ചിരി മഴയൊക്കെ കൊണ്ടിട്ടുണ്ട്, നോ വറീസ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുമല്ലേ? ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ വേറെ ആരെയൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? യെസ്, ഓരോരോ ആൾക്കാരെ നമുക്ക് കാണാം. നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പതുക്കെ ആ ഗ്രാമവഴിയൊക്കെ വിട്ട് ദാ നേരെ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഇവിടെ ഞാനൊരു രസകരമായ കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നിങ്ങൾ നോക്കി, നമ്മുടെ 800 ഉണ്ടല്ലോ ഇവരിതാ ഈ ഒരു പിക്കപ്പ് രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇത് ഇവിടുത്തെ ബേക്കത്തെ ഭാഗം ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ മുറിച്ചിട്ട് അവിടെ ലഗേജൊക്കെ പറ്റാവുന്ന രീതിയിൽ എക്സ്ട്രാ സാധനം ഇങ്ങനെ കയറ്റിയേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മുൻഭാഗം സെയിം അതുപോലെ തന്നെ. നൈസല്ലേ? ഓൺ ദ വേയിലുണ്ടല്ലോ ദാ നമ്മൾ ഈ ഒരു കൃഷിയിടത്തിൻ്റെയൊക്കെ ഇവിടെ ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിൽ കറിവേപ്പില ഉണ്ട് പോലും. അപ്പോൾ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കറിയില്ല ഈ ഒരു ഭാഗത്തൊക്കെ കറിവേപ്പില കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇവർ മേലെ ഒരു പുതിയ വീട് ആ ഒരു ഭാഗത്ത് പണിയുന്നുണ്ട്. പക്ഷേ പഴയ വീട് നല്ല രസമുണ്ട്. ഈ നല്ല ഭംഗിയുള്ള വീട് വിട്ട് അവർ കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് മാറാൻ പോവുക. അതാ അതിൻ്റെ ഇത് കണ്ടോ, ഫുള്ള് നല്ല കിടലം പോലത്തെ മത്തങ്ങകളൊക്കെ കാട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാവേ. എന്താ മരത്തക്കാളി കണ്ടിട്ടുണ്ട് നിങ്ങൾ? മരത്തക്കാളി, ഇത് മരത്തക്കാളി അല്ലേ? അത് ഇതാ നിൽക്കുന്നു കണ്ട, ഇത് മരത്തക്കാളിയാണ് കേട്ടോ. ഓ, നല്ല തഴച്ച് വളർന്ന കരിവേപ്പിലയാണല്ലോ. കറിവേപ്പില അല്ലേ? ആ, മരത്തക്കാളിയിലൊക്കെ ഇഷ്ടം പോലെ തക്കാളി ആയിട്ടുണ്ട്. ഇതും കൊണ്ടല്ലോ ചട്നി ഉണ്ടാക്കാം. ചട്നി നല്ല കിടിലം പോലത്തെ ചട്നി ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ ഞൊട്ടാഞ്ഞൊടി, ഞങ്ങൾ ഞൊട്ടാഞ്ഞൊടി എന്നാണ് പറയുന്നത്. ആ ഒരു ടൈപ്പ് സാധനം, അതിൻ്റെ കുറേയും കൂടി വലിയ ടൈപ്പ് സാധനം എന്താ ഇവിടെയുണ്ട്. ഇതിനുണ്ടല്ലോ ശരിക്കും കിലോയ്ക്ക് ഭയങ്കര റേറ്റുള്ള സാധനമാണ് ഇത്. പക്ഷേ വിൽക്കേണ്ട എവിടെയാണെന്നുള്ള മാർക്കറ്റ് എവിടെയാണെന്ന് അറിയണം. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതുണ്ട് നിങ്ങൾ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനമാണ് ഫ്രണ്ട്സ്. നമ്മളുണ്ടല്ലോ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എന്താ പറയുക ഇരുട്ടായി. റോഡാണെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലത്ത് മോശം റോഡുണ്ട്. അപ്പം ഗുഡ് മോർണിംഗ്. നിങ്ങളെ ഈ ഒരു സ്കൂൾ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഒന്ന് കമൻറ്റിൽ ചെയ്യുക എവിടെയാണ് കണ്ടു പരിചയം എന്നുള്ളത്. നമ്മളിതിപ്പോൾ സ്കൂളിലാണ്. ഹലോ ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ പിള്ളേരെല്ലാം കളിക്കുകയാണ്. ഇന്ന് ഇവർക്ക് അവധി ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എന്താ എണീറ്റു. ഇനിയിപ്പോൾ വീണ്ടും നമ്മളുടെ സുധീർ സാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടാറുണ്ട്. അത് ഞാൻ പോയി തിരിച്ച് വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെടുത്താം. എന്നാലും ഈ ഒരു സ്കൂള് നിങ്ങൾ കണ്ടുപരിചയമുണ്ടെങ്കിൽ അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലിടെ. അപ്പോൾ ഞാൻ നേരെ സുധീർ സാറിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പം അവിടെ പോയിട്ട് വരാം. ലവ് ഷോർ പബ്ലിക് സ്കൂൾ കേട്ടോ. ഞാൻ നമ്മളുടെ അച്ഛന്മാരുടെ അടുത്ത് നിന്ന് ഹൗസിൽ നിന്ന് ജസ്റ്റ് ഇപ്പം ഇങ്ങോട്ട് വന്നു. ഇപ്പം ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കറയംകുടി നമ്മളുടെ സീറോ ടൗണ്, ഹപ്പോളി എന്ന് പറയുന്ന മെയിൻ ടൗണുണ്ട്. മെയിൻ ടൗണിന് അടുത്താണ് ഇതുള്ളത്. നല്ല ചൂട് അപ്പവും മുട്ടക്കറിയും ഒക്കെ ആയിട്ട് ഇതാ നമുക്ക് ഇന്നത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇന്നലത്തെ നടത്തത്തിൻ്റെ ക്ഷീണം മാറട്ടെ. ഇവിടെ ഒരാളുണ്ട് പരിചയപ്പെടാൻ. ഹലോ, എത്രാം ക്ലാസ്സിലാന്ന് പറഞ്ഞേ? പേരെങ്ങനെയാന്ന് പറഞ്ഞേ? ആ, ഓക്കെ. ഫുൾ നെയിം എപ്പോഴും ചോദിച്ചാൽ പറയല്ലോ. ഞാൻ ഫ്രണ്ട്സിൻ്റെ പേര് ചോദിച്ചാൽ അന്നേരം എല്ലാവരും നമ്മൾ പണ്ട് മറ്റേ LP സ്കൂളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ പറയില്ല ഇങ്ങനെ. ആ, ഇൻഷിലൂട്ട്. ആ, വേറെ ആൾ കൂടെ ഉണ്ട്. ഇങ്ങോട്ട് വാ. ഹായ്, എങ്ങനെയായിരുന്നു പേര്? ഷിജിൻ. ഓക്കെ. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് സീറോ? അടിപൊളി. അടിപൊളിയായിട്ടുണ്ടല്ലേ? എന്തായാലും ഇതിന് താങ്ക്സ് കേട്ടോ, അപ്പത്തിനൊക്കെ. ഓക്കെ. അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ. വയറ് നിറച്ച് കഴിക്കണം. പൊട്ടിച്ചെടുത്ത് മുക്കി കാണട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയ പാടിയത് എനിക്ക് സിറിയക്ക് അച്ഛനെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അച്ഛോ, എന്നാണ് വിശേഷം? സന്തോഷമായിട്ട് പോകുന്നു. നല്ല വിശേഷം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടിഞ്ഞിരിക്കുകയാണല്ലേ? അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ. എന്തായാലും ജോമനച്ചൻ്റെ അടുത്ത് പോയതുണ്ടല്ലോ, ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ജവാനച്ചൻ വരുന്നില്ല, ജവാനച്ചൻ വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഉള്ളത് പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറി, മഴ തുടങ്ങി കേട്ടോ ചെറുതായിട്ട്. ഞാൻ വീണ്ടും ഉണ്ടല്ലോ നമ്മളുടെ ബില്ലോ മരങ്ങളൊക്കെയുള്ള നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താവേ. സാറേ, ഹലോ, ഹായ്, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു.
ഞാൻ പറഞ്ഞില്ല ഈ സ്കൂൾ ഇപ്പം സാറാണ് നടത്തുന്നത്, ജോണി സാറ്. അപ്പോൾ സാറ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഞാനിപ്പം സാറിൻ്റെ കൂടെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഓണത്തിന് സാറിനെ കണ്ടു, പക്ഷെ കൂടുതൽ വിശദമായി നമ്മൾ പരിചയപ്പെട്ടില്ല. സാർ ഇപ്പോൾ ഇവിടെ സ്കൂളിൽ എത്ര വർഷമായി? ഈ സ്കൂളിൽ 6 വർഷമായി. അരുണാചൽ പ്രദേശിൽ 16 വർഷമായി. 16 വർഷമായിട്ട് അരുണാചൽ പ്രദേശിലാണ്. എങ്ങനെയുണ്ട് ഈ നാടും നാട്ടുകാരൊക്കെ? കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിരിക്കുന്നു. ഇവിടെ താമസിക്കാൻ നല്ല സുഖമാണ്. എല്ലാം കൊണ്ടും നല്ല ശാന്തമായ ഏരിയയാണ്. ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ മഴ വരുമ്പോൾ ചിലപ്പോൾ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായി യാത്രയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതും മാക്സിമം ഇപ്പം പരിഹരിച്ചിട്ടുണ്ട്. പഴയതിനെ വെച്ച് നോക്കുമ്പോൾ ഹൈവേ ഒക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടല്ലേ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു 5 വർഷം കൊണ്ടൊക്കെയാണ് ഈ ഒരു ഭയങ്കര ഡെവലപ്മെന്റ് വന്നു. 5 വർഷം. ഓക്കെ, എന്തായാലും നമ്മുടെ സിറോയുടെ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ സ്കൂളിലും കുറച്ച് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അവരെ ഉണ്ടല്ലോ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. സ്നേഹം മാത്രം.